ബീഹാറിലെ എൻഡിഎയുടെ ചരിത്ര വിജയത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച സ്ത്രീക്ഷേമ പദ്ധതികൾ, മറ്റ് ക്ഷേമ പദ്ധതികൾ എന്നിവയൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന, വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു നിതീഷ് കുമാർ സർക്കാർ പ്രഖ്യാപിക്കുകയും ചിലത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബീഹാറിൻ്റെ അടുത്ത ധനകാര്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കണമെങ്കിലുള്ള എന്നത് അത്ര എളുപ്പകരമായ ഒരു കാര്യമല്ല. കാരണം വലിയ ഭാരിച്ച ചെലവാണ് ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം. ചെലവ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വരുന്നതാണ്. ഉദാഹരണത്തിന് 1.5 കോടി സ്ത്രീകളാണ് ഈ പ്രതിവർഷം 10,000 രൂപ കിട്ടുന്ന പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് നടപ്പിലാക്കാൻ വേണ്ടി വരുന്നത് 15,000 കോടി രൂപയാണ്. ഇതിനു പുറമെ ഈ വിധവാ പെൻഷൻ, മുതിർന്ന പൗരന്മാരുടെ പെൻഷൻ, ഈ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ, ഇവയൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി വരുന്നത് 8,000 കോടി രൂപയുടെ അധിക ചെലവാണ് ഇപ്പോൾ ഖജനാവിന് വരാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബീഹാറിൻ്റെ ധനക്കമ്മി 9.3%. നമുക്കറിയാം ഇപ്പോൾ GST ആണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തനത് വരുമാനം കണ്ടെത്തുക എന്നതിന് വളരെ പരിമിതമായ റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത്. ബീഹാറിൽ 2016 നിതീഷ് കുമാർ സർക്കാർ കൊണ്ടുവന്ന മദ്യനിരോധനം അതിന് എടുത്തു കളയുമോ എന്നത്. കാരണം 2015-16 കാലഘട്ടത്തിൽ മദ്യ വിൽപ്പനയിലൂടെ ബീഹാർ സർക്കാരിന് ലഭ്യമായിരുന്ന, അതായത് ഏറ്റവും അവസാനം മദ്യനിരോധനത്തിന് മുമ്പുണ്ടായിരുന്ന സാമ്പത്തിക വർഷം ബീഹാറിന് ലഭ്യമായിരുന്നത് 3,000 കോടി രൂപയാണ് അതിലൂടെ ലഭ്യമായിരുന്നത്. നിലവിൽ മദ്യനിരോധനം മാറ്റുകയാണെങ്കിൽ ആ വരുമാനം കുറച്ചുകൂടി കൂടുമെന്നാണ് പൊതുവെ ഈ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ബീഹാറിലെ 74 ലക്ഷം കർഷകർക്കായി നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വരുന്നത് ഏതാണ്ട് 3,000 കോടി രൂപ, ഏതാണ്ട് 2,200 കോടി രൂപയാണ്. അപ്പോൾ ഇതൊന്നും ചെറിയൊരു കാര്യമല്ല. സൗജന്യ വൈദ്യുതി കർഷകർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാരണം പണം ഒരു അനിവാര്യമായ ഘടകമായി വന്നിരിക്കുകയാണ്. അവിടെ മദ്യനിരോധനം ഇനി എത്ര കാലം ബീഹാറിന് തുടരാൻ വേണ്ടി കഴിയുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മദ്യനിരോധനം എടുത്തുകളയുക അത്ര എളുപ്പമൊന്നുമല്ല. കാരണം 2016 മുതൽ നിതീഷ് കുമാർ എക്കാലത്തും പറഞ്ഞിരുന്ന സ്ത്രീക്ഷേമ പദ്ധതികളിൽ, അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്രീകൃത പദ്ധതികളിൽ വനിതാ വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മദ്യനിരോധനമായിരുന്നു. ആ മദ്യനിരോധനം എടുത്തുകളയുക അത്ര എളുപ്പമല്ല. നേരത്തെ തന്നെ പ്രശാന്ത് കിഷോറിനെ പോലുള്ള നേതാക്കൾ ബീഹാറിൽ ഈ മദ്യനിരോധനം എടുത്തുകളയുമെന്ന് പറഞ്ഞിരുന്നു. BJPക്കും അതിനോട് അനുകൂല സമീപനമാണുള്ളത്. പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുൻ നിലപാടിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കഴിയുമെന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. പക്ഷേ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രതിവർഷം 28,000 കോടിയോളം രൂപ ഈ പുതിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഇനി കണ്ടെത്തേണ്ടതായുണ്ട്. ആ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പകരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ മദ്യനിരോധനം അധികകാലം ബീഹാറിന് തുടരാൻ വേണ്ടി കഴിയില്ല. ഈ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ തുടരാൻ വേണ്ടി കഴിയില്ല എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധരും മറ്റും എത്തിയിട്ടുള്ളത്. ബീഹാറിൽ വ്യാജമദ്യം ഇഷ്ടംപോലെ സുലഭമാണ്. കാരണം അവിടെ വ്യാജമദ്യ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ കാണുന്നതാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും വ്യാജമദ്യമൊക്കെ ഉണ്ട്. പക്ഷേ വളരെ സ്ത്രീകളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു മദ്യനിരോധനം. ആ മദ്യനിരോധനം അവർക്ക് പണം നൽകുന്നതിനായി, ബീഹാറിലെ സ്ത്രീകൾക്ക് പണം നൽകുന്നതിനായി നിതീഷ് കുമാറിന് എടുത്തു കളയേണ്ടി വരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതിന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.